ആചാരം എടുത്തുകൊണ്ടാണ് ഏക സിവിൽ കോഡ് എന്ന സംഭവം നിങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞുതരാം. 6 ആചാരമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. സിമ്പിൾ, ഹിന്ദുവിന്റെ ആചാരം. കാരണം അതായത് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ടാണല്ലോ BJP പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഹിന്ദുവിന്റെ ആചാരം ആയിരിക്കും ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നാളെ ഇനി ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും എല്ലാവരും കാൽ കൊണ്ട് നിർത്താൻ നടക്കണം, കയ്യിലൊക്കെ ചാട്ട് കെട്ടണം, നെറ്റിയില് പൊട്ട് വരണം. ഇനി മുണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് കൊടുത്താൽ പോലെ വലത്തോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ പിന്നെ ക്ഷേത്രങ്ങളിൽ പോകണം, തൊഴണം, ചന്ദ്രപ്പുഴ തൊഴണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ല പിന്നെ എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഇതിപ്പം മതപരമായിട്ട് എല്ലാവരുടെ ആചാരങ്ങൾ എല്ലാവരും ഒരുപോലെ ആചരിക്കണം എന്നൊന്നും അല്ലല്ലോ ഇവിടെ പറയുന്നത്. നാളെ പോയി ക്ഷേത്രത്തിൽ പോയി എല്ലാവരും തൊഴുത് നിൽക്കണം, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും മുസ്ലിമാണെന്ന് അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും അവനവന്റെ മതവിശ്വാസ പ്രകാരം അങ്ങോട്ട് ആചാരങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനകത്തൊന്നും യാതൊരു കുഴപ്പമില്ല. ഇത് സിവിൽ കോഡ് എന്നല്ലേ പറയുന്നത്, നിയമം എല്ലാവർക്കും ഒരുപോലെ. ഇപ്പൊ എന്താ അവസ്ഥ? മുസ്ലിങ്ങൾക്ക് അവർ ആചാരപരമായിട്ടുള്ള നിയമങ്ങൾ വേറെ, ഹിന്ദുവിന്റെ വേറെ, ക്രിസ്ത്യാനിയുടെ വേറെ. അതായത് വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇത് പലർക്കും പല രീതിയിലാണ്. മുസ്ലിങ്ങൾക്ക് വേറെ അല്ലേ? അപ്പൊ അത് വേണ്ട. എല്ലാവർക്കും ഒരൊറ്റ നിയമം, ഏകീകൃത സിവിൽ കോഡ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പണ്ടിങ്ങനെ പറയുമായിരുന്നേ, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇവർ പറയുന്നത് കേട്ടില്ല നിങ്ങള്. ഏക സിവിൽ കോഡ് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പലരും ചോദിക്കുന്ന ചോദ്യം മുസ്ലിങ്ങൾ ഇതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്നുള്ളതാണ്. എന്റെ മറുപടി വളരെ വ്യക്തമാണ്. നിങ്ങൾ മുഴുവനും കേൾക്കുക. പകുതി കേട്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കരുത്. മുഴുവനായും കേൾക്കുക. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഈ പറയപ്പെട്ട വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയവക്കൊക്കെ ഇസ്ലാമിലെ കൃത്യമായ നിയമങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയിൽ ആ നിയമങ്ങളൊക്കെ എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലേ? അതിന് പകരം മറ്റൊരു നിയമം നടപ്പിലാക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനിക്ക്, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫിഖ്ഹി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കൃത്യമായ രൂപമുണ്ട്. ആ രൂപത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് ഭംഗം വരുന്ന രൂപത്തിൽ പുതിയൊരു നിയമം അതിലേക്ക് കടത്തിക്കൂട്ടല് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നുള്ള നിലക്ക്. ഈ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 സാധാരണ പറയുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അല്ലെ? പക്ഷെ അതേ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 വായിച്ചിട്ടുണ്ടോ? ഓരോ പൗരനും സ്വന്തം മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഒരു മതത്തിന്റെ വ്യക്തി നിയമങ്ങൾ ആ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അവ മാറ്റുന്നത് മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുകയില്ലേ? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. മതേതര രാജ്യം എന്നാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന രാജ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഓരോ മതവിഭാഗത്തിനും അവരുടെ വിശ്വാസപ്രകാരമുള്ള ജീവിത രീതി സംരക്ഷിക്കപ്പെടേണ്ടത് നിർബന്ധമാണ് അല്ലേ? നിങ്ങൾ തന്നെ നിങ്ങളുടെ യുക്തി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ആരുടെയും ഒരു മതവിഭാഗത്തിന്റെയും അവകാശത്തെ എതിർക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. എന്റെ മതം എനിക്ക് നൽകിയ അവകാശവും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കും, ഞാൻ ജീവിച്ചു വളർന്ന എന്റെ മതം ഇസ്ലാം മതമാണെന്നുള്ള നിലക്കും, അതായത് ഞാൻ മുസ്ലിം ആണെന്നുള്ള നിലക്കും ഏക സിവിൽ കോഡിനെ എതിർക്കുന്നത്. ഇതെന്റെ ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസവും അടിസ്ഥാനമാക്കിയുള്ള നിലപാടാണ്.